മൈ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈറൽ ഫീവർ. എപ്പോഴും കേൾക്കാം വൈറൽ ഫീവർ ആണ് എന്നുള്ളത്. എന്താണ് ശരിക്കും വൈറൽ ഫീവർ? യഥാർത്ഥത്തിൽ വൈറൽ ഫീവർ നമ്മൾ കൊലോക്കിയലി പറയുന്ന വാക്കാണ്. അത് വൈറസ് കൊണ്ട് വരുന്ന എല്ലാ പനിയും വൈറൽ ഫീവറാണ്. ഇപ്പോൾ ഡെങ്കു ഫീവർ ഉൾപ്പെടെ അത് വൈറൽ ഫീവർ ആണല്ലോ, വൈറസ് കൊണ്ട് വരുന്നതാണല്ലോ. ഇൻഫ്ലുവൻസ, അങ്ങനെ എല്ലാം വൈറസ് കൊണ്ട് വരുന്ന എല്ലാ പനിയും അങ്ങനെ. അതേസമയം നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്നത്, നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മിക്സഡ് വൈറസ് കൊണ്ട് വരുന്നത്, അതായത് റൈനോ വൈറസ്, എൻഡ്രോ വൈറസ്, അതുപോലെ ഈ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടില്ല, അതായത് ജനിതക മാറ്റം സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ചിക്കുൻ ഗുനിയ വന്നിട്ടുണ്ടാവും, ഈ വർഷം അതിനൊരു ജനിതക മാറ്റം സംഭവിച്ചിട്ട് പുതിയ രീതിയിൽ രൂപാന്തരപ്പെട്ട് വരുന്ന, ഘടനയ്ക്കൊക്കെ മാറ്റം വന്നിട്ട് വരുന്ന അത്തരം വൈറസുകൾ, അങ്ങനെ വരുന്ന ഇൻഫ്ലുവൻസ, പാരാ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ടത്, ഇതെല്ലാം ചേർന്നിട്ട് കോമൺ ആയിട്ട് നമ്മൾ മിക്സഡ് വൈറസ് എന്ന് പറയും. അങ്ങനെ അത്ര മാരകമൊന്നുമല്ല. അപ്പോൾ ഇത് ജലദോഷപ്പനി ഒക്കെ അതിൽ പെട്ടതാണ്. മറ്റുള്ള ഈ മ്യൂട്ടേഷൻ സംഭവിച്ച് വരുന്ന പനി ഇപ്പോൾ ചിക്കുൻ ഗുനിയ മ്യൂട്ടേഷൻ സംഭവിച്ച് വരുന്ന പനിയാണെങ്കിൽ വല്ലാതെ വേദന ഉണ്ടാവും. പെട്ടെന്ന് ചിക്കുൻ ഗുനിയ പോലെ തന്നെ തോന്നും, പക്ഷേ ചിക്കുൻ ഗുനിയ ആയിരിക്കില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വൈറൽ ഫീവർ എന്ന് പറയാറുള്ളത്. അതൊന്നും അത്ര വളരെ മാരകമല്ല. വൈറൽ ഫീവർ സാധാരണ 3-4 ദിവസത്തെ കോഴ്സ് ആണെങ്കിൽ, അല്ല 5 ദിവസത്തെ കോഴ്സ് ആണെങ്കിൽ, ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിൽ തീർച്ചയായിട്ടും 2-3 ദിവസം കൊണ്ട് വളരെ പെട്ടെന്ന് ഡ്യൂറേഷൻ ഷോർട്ട് ആകുകയാണ്. അത് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളെല്ലാം ഹോമിയോപ്പതിയിൽ നമുക്ക് നൽകുവാൻ കഴിയും. ഡോക്ടർ, അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിച്ച് തുടങ്ങാൻ തോന്നുന്നു. മഴക്കാല രോഗങ്ങളെ എങ്ങനെ ഹോമിയോപ്പതിയിലൂടെ നേരിടാൻ കഴിയും? മഴക്കാല രോഗങ്ങൾക്ക് ഇപ്പോൾ ഇത്തരം അസുഖങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തല്ലോ. അപ്പോൾ ഇത്തരം അസുഖങ്ങൾക്ക് ഇപ്പോൾ ഡെങ്കിപ്പനി, എലിപ്പനി, അതിനൊക്കെ ആരംഭഘട്ടത്തിൽ തുടക്കത്തിൽ നമുക്ക് നല്ല ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ലഭ്യമാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് തുടക്കത്തിൽ ഏത് പനി ആയിക്കോട്ടെ, ഹോമിയോപ്പതി നമുക്ക് എപ്പോഴും ഹോമിയോപ്പതി ചികിത്സ എന്ന് പറയുന്ന ഒരു പ്രാരംഭഘട്ടത്തിൽ വളരെയധികം സ്കോപ്പ് ഉള്ളതാണ്. പ്രൈമറി ഹെൽത്ത് കെയർ നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ ഒരു മുദ്രാവാക്യം പോലെയാണ്, പ്രൈമറി ഹെൽത്ത് കെയർ ത്രൂ ഹോമിയോപ്പതി. അപ്പോൾ അതിനൊക്കെ വളരെ അനന്ത സാധ്യതകളാണ്. ഇപ്പോൾ ഡെങ്കിപ്പനി, എലിപ്പനി എന്ന് പറയുമ്പോൾ സെക്കൻഡറി സ്റ്റേജ്, ഇപ്പോൾ ഡെങ്കിപ്പനിയുടെ സെക്കൻഡറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെമറജിക് ഫീവർ, ഡെങ്കു ഷോക്ക് സിൻഡ്രോം, അതൊക്കെ തീർച്ചയായിട്ടും അത് വളരെയധികം ശ്രദ്ധ ചെലുത്തി അത്തരം കേന്ദ്രങ്ങളിൽ ചികിത്സിക്കേണ്ടതാണ്. അതേപോലെ എലിപ്പനിയുടെയും സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിന് വൃക്ക, കരൾ, അതുപോലെ തലച്ചോറ്, ഹൃദയമൊക്കെ ബാധിച്ചിട്ട് മറ്റുള്ള ഒരുപാട് വീൽസ് സിൻഡ്രോം എന്ന് പറയുന്ന മറ്റുള്ള ഒരുപാട് അവയവങ്ങളെ ബാധിച്ചിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കൂടി വരുന്ന വീൽസ് സിൻഡ്രോം, അത് ചിലപ്പോൾ വന്നിട്ട് കിഡ്നി ബാധിച്ചിട്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അത്തരം സൗകര്യങ്ങളുള്ള ഹയർ സെൻ്ററുകളിലല്ലേ അത് സാധിക്കുകയുള്ളൂ. അതുവഴിക്ക് ബാക്കിയുള്ള ഇൻഫ്ലുവൻസ തീർച്ചയായിട്ടൊക്കെ വന്നിട്ട് വളരെ ഫലപ്രദമായിട്ട് നേരിടുവാൻ കഴിയും. അപ്പോൾ അതിന് വന്നിട്ട് നമ്മൾ മെഡിസിൻ സെലക്ഷൻ ഒരു പ്രോട്ടോക്കോളുണ്ട്. ഇപ്പോൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് എല്ലാ പേഷ്യൻസിനും കോമൺ ആയിട്ട് കാണാൻ സാധിക്കും. പിന്നെ രോഗിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഒരു പേഷ്യൻറ്റ് വന്നിട്ട് ഇത് നല്ല പനിയുള്ള സമയത്ത് ദാഹമുണ്ടാകും, വേറൊരു പേഷ്യൻറ്റ് ദാഹം ഉണ്ടാകത്തില്ല. ഇപ്പോൾ മഞ്ഞപ്പിത്തം തന്നെ വന്ന ഒരു പേഷ്യൻറ്റ് വന്ന് വലത് സൈഡ് തിരിഞ്ഞ് കിടന്നാൽ വേദന കുറയും, വലത് സൈഡ് തിരിഞ്ഞ് കിടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഇൻഡിവിജ്വൽ വേരിയേഷൻ വന്നു. അതനുസരിച്ച് പേഷ്യൻസിൻ്റെതായിട്ടുള്ള സിംറ്റംസ് കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെ ഒരു മെഡിസിൻ സെലക്ഷൻ പ്രോട്ടോക്കോൾ നമുക്കുണ്ട്. ആ പ്രോട്ടോക്കോൾ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള മെഡിസിൻ സെലക്ട് ചെയ്താൽ അത് എക്സാക്റ്റ് ആയിട്ടുള്ള മെഡിസിൻ ആണെങ്കിൽ, അതായത് മോസ്റ്റ് സിമിലിമം എന്ന് നമ്മൾ പറയാറുണ്ട്, അത്തരത്തിലുള്ള എക്സാക്ട് സിമിലർ ആണെങ്കിൽ വിതിൻ ഡേയ്സ് അത് മാറുന്നതാണ്. അത് എത്രയോ റെക്കോർഡ്സ്, രേഖകളും ഒക്കെ നമുക്ക് ഡോക്യുമെന്റേഷൻസ് ഒക്കെ ഉള്ളതാണ്. അത്തരത്തിലാണ് നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുക. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോൾ കൂടിയുണ്ട്. ഹലോ, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. എവിടെന്നാ വിളിക്കുന്നത്? ഇത് വടകരയെന്നാണ് വിളിക്കുന്നത്. വടകര ഡോക്ടറോട് ചോദിച്ചോളൂ. കോഴിക്കോട് വടകരയെന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ 9 മാസം മുമ്പ് എനിക്ക് ഡെങ്കിപ്പനി വന്നിരുന്നു. ഹലോ, പറയണോ, കേൾക്കാം. എനിക്ക് ഒരു 9 മാസം മുമ്പ് ഡെങ്കിപ്പനി വന്നിരുന്നു. 9 മാസം? 9 മാസമായി, കഴിഞ്ഞ ഫെബ്രുവരിയിൽ. ഓക്കെ. അപ്പോ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് അവിടുന്ന് ഫ്ലൂട്ട് എന്നുള്ള ഒരു മഞ്ഞ ഇഞ്ചക്ഷൻ ഇല്ലേ, ഫ്ലൂട്ടോ കേൾക്കാം. അപ്പോ ഒരു 5 ദിവസത്തെ കോഴ്സ് അടിക്കുമ്പോ പിന്നെ കൗണ്ട് കമ്മിയായപ്പോഴും കണ്ണിന് ചുറ്റും വേദനയായിരുന്നു അന്ന് വന്നത്. അപ്പോ ഒരു 5 ദിവസത്തെ കോഴ്സ് ആകുമ്പോ പനി കുറവായി. അപ്പൊ പനി മാറിയതിനു ശേഷം വീട്ടിൽ വന്ന സമയത്ത് ഈ നെഞ്ഞിന്റെ വയറിന്റെ നടുഭാഗത്ത് ഭയങ്കര ശക്തിയായ വേദന ഉണ്ടായിരുന്നു. അത് ഈ പനിയോടനുബന്ധിച്ചിട്ടുള്ളതാണോ അല്ല ഇഞ്ചക്ഷന്റെ വല്ല സൈഡ് എഫക്റ്റ് ആയിരിക്കോ? അതിപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അതിൻ്റെ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ അല്ലെങ്കിൽ ഈ അസുഖത്തിൻ്റെ അതിൻ്റെ കൂടെ ചേർന്ന് വന്നിട്ടുള്ള ലക്ഷണങ്ങളാണോ എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ഫോൺ സംഭാഷണത്തിലൂടെ നമുക്കത് സ്ഥിരീകരിക്കുവാൻ കഴിയില്ല. അപ്പോൾ അത് അനുബന്ധ ലക്ഷണങ്ങളായിരിക്കണം.
മിക്കവാറും അങ്ങനെയാണ് വരാൻ സാധ്യത. ഡോക്ടർ, നമുക്ക് ഇനി പറയാനുള്ളത് മഴക്കാല രോഗങ്ങളിൽ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഹോമിയോപ്പതിയിലെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്കൊന്ന് ഇടവേളയിലേക്ക് പോയിട്ട് വരാം. മൈ ഡോക്ടറിൽ ഒരു ഇടവേള. ഗൃഹലക്ഷ്മി ജൂൺ ലക്കം. സ്ത്രീകൾക്കിടയിൽ പുതിയ രോഗങ്ങൾ, സ്പെഷ്യൽ ഹെൽത്ത് ഫീച്ചർ, ആഷിക്കും പ്രമേയം പ്രണയദിനങ്ങളിലൂടെ, കൗമാരം ഇരകളാവുമ്പോൾ 10 വ്യത്യസ്ത മെയിൻരുചികൾ, ഫാഷനിൽ മൺസൂൺ ട്രെൻഡി വെയറുകൾ, കൂടാതെ മറ്റു ഫീച്ചറുകളും. ഗൃഹലക്ഷ്മി ഇപ്പോൾ വിപണിയിൽ. ഐ റിയലി ലവ് യു. ഇഷ്ടമാണത്ര ഇഷ്ടം. എന്നിട്ട് ഇത്ര നാളായിട്ടും നീ എനിക്ക് ഒരു ഉമ്മ തന്നിട്ടുണ്ടോ? ജോൺസ് H2O ഷേക്ക് വണ്ണം കുറച്ചു, ഗുണം കൂട്ടി. പുതിയ വിവൽ ഡിയോ സ്പിരിറ്റ് കിവി ഫ്രൂട്ട്സും യൂക്കലിപ്റ്റസ് ഓയിലും അടങ്ങിയത്. ഇപ്പോൾ ഓൾ ഡേ ഫ്രഷ്നസ് സഹിതം. ഇത് നിങ്ങളുടെ ചർമ്മത്തിനേകും പോഷണം, നിങ്ങളിൽ ഉണർത്തും മികച്ച നവോന്മേഷം. പുതിയ വിവൽ ഡിയോ സ്പിരിറ്റ്. കൃഷ്ണപിള്ളെ, നിങ്ങളുടെ ചെക്ക് കിട്ടും. എന്തിനാ ആൾക്കാരെങ്ങനെ നടത്തിക്കുന്നു സാർ? കുറച്ച് നടക്കട്ടോ, 2-3 ചപ്പല് ചെയ്യുന്നവരെ. അതിനത് പാരഗൺ ഓഫീസ് ചപ്പലാണെങ്കിലോ? സാർ, ആ സൊല്ലി വരുന്നുണ്ട്. സാറിന് നല്ല സുഖമില്ല. പേയ്മെന്റ് എന്തായാലും കിട്ടാനുള്ളത്. നാളെയും വരാം. ഞാനാണ് അയാളോട് പാരഗൺ ഓഫീസ് ചപ്പൽ വാങ്ങിച്ചിടാൻ പറഞ്ഞേ. ഇപ്പൊ അയാൾ എന്റെ പിന്നാലെയാ. അയാളുടെ ഫയലും എടുത്ത്. പാരഗൺ ഓഫീസ് ചപ്പൽ, പൈസ വസൂൽ. മൈ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, നമ്മളിപ്പോൾ സംസാരിച്ച് വന്നതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇത്തരം പകർച്ച പനികൾക്കൊക്കെ ഹോമിയോപ്പതിയിൽ മുൻകൂറായിട്ട് മരുന്നുകൾ നൽകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? നല്ല ചോദ്യമാണ്. അതായത് ഇപ്പോൾ പകർച്ചവ്യാധി പടർന്നു പിടിച്ചുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ എപ്പിഡമിക്കിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ എലിപ്പനിയാണെങ്കിൽ അവിടെ ഇവിടെയായിട്ട് ആളുകൾക്ക് വരുന്നതാണ്. അപ്പോൾ ഒരു പ്രദേശത്ത് ഒരുപാട് ആളുകൾക്ക് ഒരേ ലക്ഷണങ്ങളോടുകൂടി വരുന്നതിനാണ് നമ്മൾ എപ്പിഡമിക് മഹാമാരികൾ എന്ന് മലയാളത്തിൽ അങ്ങനെ പറയാറുള്ളത്. അത്ര എപ്പിഡമിക്കായിട്ട് വരുമ്പോൾ അപ്പോൾ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പകർച്ചവ്യാധി നിയന്ത്രണ സംവിധാനം സെല്ലുണ്ട്. അതായത് റാപ്പിഡ് ആക്ഷൻ എപ്പിഡമിക് കൺട്രോൾ സെൽ ഹോമിയോപ്പതി എന്ന് പറഞ്ഞിട്ട് പകർച്ചവ്യാധി നിയന്ത്രണ സെൽ. ആ നിയന്ത്രണ സെല്ലിൻ്റെ വിദഗ്ധ സമിതി അംഗങ്ങളായിട്ടുള്ള ഡോക്ടർമാർ, അവർ പ്രത്യേക പരിശീലനം നേടിയവരാണ്. അവർ അത്തരം സ്ഥലം സന്ദർശിച്ച് അത്തരം രോഗികളെ, ഇത് അഫക്റ്റ് ചെയ്തിട്ടുള്ള കുറേ ആളുകളെ കാണണം. ഒരാളെ കണ്ടാലൊന്നും പോരാ. ഒരുപാട് ആളുകളെ എക്സാം ചെയ്ത് കൃത്യമായിട്ടുള്ള ആ രോഗനിർണയവും അതുപോലെ രോഗിയെയും നിർണ്ണയിച്ച് മരുന്നും നിർണ്ണയിക്കണം. രോഗനിർണയം, രോഗി നിർണയം, മരുന്ന് നിർണയം ഇത് നടത്തി ഏത് മരുന്നിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ളതിനെ തെളിയിക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്തുള്ള അതിൻ്റെ ഹെഡ് ഓഫീസിൽ അയച്ചു കൊടുക്കുകയും അവരത് വിശകലനം ചെയ്ത് അത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് ഗ്രീൻ സിഗ്നൽ തരും. നിങ്ങളത് പ്രതിരോധമായിട്ട് നിങ്ങൾക്ക് നൽകുവാൻ കഴിയും എന്നുള്ള ഗ്രീൻ സിഗ്നൽ കിട്ടിയതിന് ശേഷം അത് പ്രതിരോധമായിട്ടും അതുപോലെ ക്യൂറേറ്റീവായിട്ടും വന്ന ആളുകൾക്കുള്ള ചികിത്സയായിട്ടും അത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ്, ഒരു സംവിധാനം തന്നെ ഉണ്ട്. അതേസമയം ചില ആളുകൾ ധരിച്ചിരിക്കുന്ന പോലെ ഇപ്പോൾ എങ്ങനെയോ ചില കോണറുകളിലൊക്കെ അങ്ങനെ സംസാരം, ഹോമിയോപ്പതിയിലെ ഒരു ഒറ്റമൂലിയുണ്ട്, എല്ലാ പകർച്ചപ്പനിക്കും അത് കൊടുത്താൽ മതി, അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. അങ്ങനെയല്ല. ഈ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെലക്ഷനിലൂടെയാണ്, ഒരു സംവിധാനത്തിലൂടെയാണ് പകർച്ചവ്യാധിക്കുള്ള പ്രതിരോധ മരുന്നുകൾ ഹോമിയോപ്പതി നൽകാറുള്ളത്. അത് വളരെ ഫലപ്രദമാണെന്നുള്ള ഡേറ്റാസ് ഒരുപാട് നമ്മുടെ കൈവശം ഉണ്ട്. ഡോക്ടർ, നമുക്ക് വളരെ ചുരുക്കത്തിൽ പറയാവുന്ന ഈ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും ഈ മഴക്കാലത്ത് വെള്ളം മുഖേനയാണല്ലോ ഒരുപാട് അസുഖങ്ങളും, പിന്നെ കൊതുക്, ജന്തുജന്യ, കൊതുകുജന്യ, അതുപോലെ ജലജന്യ, അങ്ങനെയാണല്ലോ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വന്നിട്ട് വെള്ളം, ഈ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഒക്കെ വരാതിരിക്കണമെങ്കിൽ 20 മിനിറ്റ് വെള്ളം തിളപ്പിച്ച് കുടിക്കണം. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ സുരക്ഷിതമില്ലാത്ത വെള്ളം കുടിക്കുക, നമുക്ക് വിശ്വാസമില്ലാത്ത രീതിയിലുള്ള വെള്ളം കുടിക്കുക, അതെല്ലാം ഒഴിവാക്കി വളരെയധികം അത് ശ്രദ്ധിക്കേണ്ട. എലിപ്പനി ഒഴിവാക്കാൻ പറ്റും, കോളറ, അതുപോലെ ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, എയും ഇയും ഒക്കെ പറഞ്ഞല്ലോ. ഇതെല്ലാം വെള്ളം തിളപ്പിച്ച് തണുപ്പിക്കുന്നതുകൊണ്ടും ആഹാരം ഫ്രഷായിട്ടുള്ള ആഹാരം കഴിക്കുന്നതുകൊണ്ടും പഴകിയ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുന്നതുകൊണ്ടും വീടുകളിൽ എലി കയറാത്ത വണ്ണം എല്ലാ സാധനങ്ങളും അടച്ചു വെക്കുക, എലിയുടെ സാന്ദ്രത ഒക്കെ ശ്രദ്ധിക്കുക. ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി. ഇത്രയധികം വിവരങ്ങൾ ഞങ്ങൾക്ക് പങ്കുവച്ചതിന് വളരെയധികം നന്ദി. മൈ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം. My Doctor, brought to you in association with Kaula, flavoring your moments. ഹെയർ ഫിക്സിംഗ് രംഗത്തെ വിശ്വസ്ത നാമം ഗേറ്റ് വേ വ്യൂമൻസ് ഇനി
കൊല്ലം നഗരത്തിനും സ്വന്തം. സമൂഹത്തിൽ മാന്യതയും ഉയർന്ന ശമ്പളവും ഉടനടി ജോലിയുമാണ് ആവശ്യമെങ്കിൽ മൂന്നാർ കേറ്ററിംഗ് കോളേജിൽ ചേരണം. മൂന്നാർ കേറ്ററിംഗ് കോളേജ് ട്രൂലി ഇന്റർനാഷണൽ.